നമസ്തേ, ഞാൻ സജേഷ് കുമാർ. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് പടിയൂരിൽ ശ്രാവസ്തി ആയുർവേദ ആശ്രമം എന്ന ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നു. ഞാനും എൻ്റെ വൈഫ് ഡോക്ടർ പ്രിയയും ചേർന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം. ഇവിടെ ആയുർവേദ ചികിത്സയുടെ ഒപ്പം അക്യുപ്രഷർ, മർമ്മ ചികിത്സ എന്നീ പ്രാചീന ചികിത്സാ രീതികളും അനുവർത്തിച്ചു വരുന്നു. രോഗികളുടെ പെട്ടെന്നുള്ള രോഗശാന്തിക്കും പൂർണ്ണമായ രോഗവിമുക്തിക്കും ആയുർവേദത്തോടൊപ്പം ഇത്തരം ശാസ്ത്രങ്ങളും ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ചും ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് പ്രത്യേകതകളെക്കുറിച്ചും നമുക്ക് ഡോക്ടർ പ്രിയയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. നമ്മുടെ ശ്രാവസ്തി ആയുർവേദ ആശ്രമത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇവിടുത്തെ സവിശേഷമായ ചികിത്സാ രീതികളെക്കുറിച്ചും ചില ആശയങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. നമ്മൾ ശ്രാവസ്തി ആയുർവേദാശ്രമത്തിൽ നടന്നു വരുന്ന ചികിത്സാ രീതികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആയുർവേദം എന്നത് ആയുസ്സിൻ്റെ വേദമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മളുടെ പുരുഷാർത്ഥങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം എന്താണ് ഈ പുരുഷാർത്ഥം? ധർമാർത്ഥ കാമ മോക്ഷം എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ധർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള അർത്ഥസമ്പാദനം, ആ ധനമോ വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ കാമനകൾ പൂർത്തീകരിക്കുക. ഏറ്റവും അവസാനമായി നമ്മളുടെ മോക്ഷം, അല്ലെങ്കിൽ നാം ആരാണ്, എന്താണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുക. ഇതാണ് പുരുഷാർത്ഥം. ഇത് സംഭവിക്കണമെങ്കിൽ ഒരു ആരോഗ്യപൂർണമായ ഒരു ശരീരം വേണം. ആ ആരോഗ്യം നിലനിർത്താനും നമ്മൾക്ക് സഹായിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ 25 വർഷം നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ഭാവി ജീവിതം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളെ പ്രാപ്തരാക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഈ അവസ്ഥയെ ബ്രഹ്മചര്യാവസ്ഥ അല്ലെങ്കിൽ ബ്രഹ്മചര്യം എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം ഗാർഹസ്ഥ്യം, നമ്മളൊരു കുടുംബജീവിതവും കുട്ടികൾക്കും എല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതം അതിനായി നമ്മൾ മാറ്റിവെക്കുന്നു. പിന്നീടാണ് വാനപ്രസ്ഥം വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വനത്തിൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, നമ്മളൊരു 50കൾക്ക് ശേഷമാണ് നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നൊരു സമയം. പക്ഷെ ആ അവസ്ഥയിൽ നമുക്കെന്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ, യാത്രകളാവാം, നമ്മുടെ ഹോബീസാവാം, അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുവോ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ചോ അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത്. പക്ഷേ പലപ്പോഴും രോഗാവസ്ഥകളും മറ്റ് അനാരോഗ്യങ്ങളും കാരണം നമുക്ക് പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളോ നമ്മൾ ഇച്ഛിച്ച രീതിയിലോ നമുക്ക് ജീവിക്കാൻ പറ്റാറില്ല. അവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി. ദിനചര്യ, ഋതുചര്യ എന്നിവയിലൂടെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരുപാട് വിധികൾ ഈ ശാസ്ത്രത്തിലുണ്ട്. ഈ ശാസ്ത്രം നമ്മളുടെ നിത്യജീവിതത്തിൽ
രോഗം മാറ്റാൻ മാത്രമല്ല ആരോഗ്യ സംരക്ഷണത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുന്നു. നമുക്കറിയാം, ആബ്സെൻസ് ഓഫ് ഡിസീസ് ഇസ് നോട്ട് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് എന്ന കോൺസെപ്റ്റ് ഇപ്പോൾ WHO ഡെഫിനിഷൻ നോക്കിയാലും അവിടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ, സോഷ്യൽ, ഇതെല്ലാം ഈ ഹെൽത്തെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ആരോഗ്യപൂർണമായ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ പ്രതിപാദിക്കുന്നൊരു ശാസ്ത്രം. എന്താണ് നമുക്ക് ഹിതം, എന്താണ് നമുക്ക് അഹിതം, എന്താണ് നമുക്ക് സുഖം നൽകുന്നത്, എന്താണ് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദത്തിൽ ചികിത്സ നമ്മൾ കേട്ടിരിക്കും, പഞ്ചകർമ്മ ചികിത്സ എന്നല്ല. ഇത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ശോധന എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ശരീരത്തിൽ ദോഷങ്ങൾ അമിതമായാൽ അതിനെ പുറത്തേക്ക് കളയുന്ന ഒരു രീതി. ഇത് ചെറിയ മാത്രയിലാണെങ്കിൽ നമ്മളതിനെ നോർമലൈസ് ചെയ്യുന്നു, സമാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അതിന് നമ്മൾ ശമന ചികിത്സ എന്ന് പറയുന്നു. നമ്മളുടെ ഔഷധങ്ങൾ, വ്യായാമം, ഭക്ഷണ രീതികൾ, ഉപവാസം, ഇതെല്ലാം, കാറ്റ് കൊള്ളുക, വെയിൽ കൊള്ളുക, ഇതെല്ലാം ഈ ശമന ചികിത്സയിൽ പെടുന്നു. അപ്പം എന്താണ് ദോഷങ്ങളെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പ്രകൃതി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പം എന്താണ് പഞ്ചഭൂതങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു വരാനാണ് മാറ്റർ, എനർജി, സ്പേസ്, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മാറ്റർ ഇസ് എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ്. എനർജി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഫിസിക്കൽ വേൾഡിൽ നമുക്ക് വേറൊന്നും നമുക്ക് സാധാരണ ഒരു വ്യക്തിക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാറ്റർ എന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നും സ്പേസ്, എനർജി. ഇപ്പോൾ ഈ 5 എലിമെൻറ്റ്സ് എന്ന് ഞാൻ പറയുന്നു. നമുക്ക് ഇതിനെ എടുക്കുകയാണെങ്കിൽ അത് ആയുർവേദത്തിലെ പഞ്ചഭൂതങ്ങളായി. പൃഥ്വി, സോളിഡ്, അപ്പ്, ലിക്വിഡ്, ഗ്യാസ്, വായു, പിന്നെ നമുക്ക് എനർജി, അഗ്നേയം, അഗ്നിതത്വം, പിന്നെ സ്പേസ്, ആകാശതത്വം. അപ്പോൾ ഈ പ്രകൃതിയിൽ കാണുന്നതും നമ്മുടെ ശരീരത്തിൽ കാണുന്നതും എല്ലാം ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത്. യത് പിണ്ഡേ തദ് ബ്രഹ്മാണ്ഡേ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മൈക്രോകോസത്തിലുള്ളത് തന്നെയാണ് ഈ മാക്രോകോസത്തിലുള്ളത്. അപ്പോൾ എന്നെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തെ പോലും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 5 എലമെൻസിൻ്റെ ഒരു ബാലൻസാണ് നമ്മുടെ സ്വാസ്ഥ്യം. ഇതിൻ്റെ ഒരു ഇംബാലൻസ് വരുമ്പോൾ അതൊരു രോഗാവസ്ഥ. ഈ മാത്തമാറ്റിക്സിൽ നമുക്കറിയാം 5 അല്ലെങ്കിൽ 5ൻ്റെ കോമ്പിനേഷൻസ് വളരെ വലുതായിരിക്കും. അതിനുവേണ്ടി ഇതിനെ കുറച്ചും കൂടി ചെറുതാക്കി ഇതിനെ 3 എണ്ണമാക്കിയാൽ അതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് കണക്കൂട്ടാനോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചികിത്സാ സൗകര്യാർത്ഥം പൃഥ്വിനെയും ജലത്തിനെയും കൂടി ചേർത്ത് കഫമെന്നും ആഗ്നേയതത്വത്തിനെ പിത്തമെന്നും ആകാശത്തെയും നമ്മളുടെ വായുവിനെയും വാദമെന്നും, ഇതെല്ലാം മനസ്സിലാക്കണം. ഇത് നമുക്ക് സൂക്ഷ്മ ഒരു അവസ്ഥയിലാണ്, ഒരു സബ് അറ്റോമിക് ലെവലിലോ അറ്റോമിക് ലെവലിലോ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. കാരണം ഈ ആറ്റംസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒരു വ്യത്യാസമാണ് നമ്മളുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ ഇട്ട് മാറുന്നത്. നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും നമുക്കറിയാം. അപ്പോൾ ഘടനയിൽ എല്ലാം ആറ്റംസ് തന്നെയാണ്. പക്ഷെ അവസ്ഥകൾ നമുക്ക് മാറ്റുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഈ 5 എലിമെൻസിനെയും നമ്മൾ 3 ചുരുക്കി ത്രിദോഷങ്ങളാക്കി. ഈ ദോഷം എന്നുള്ള പേര് കൊടുത്തത് ഇവരൊരിക്കലും ഒരു പെർഫെക്റ്റ് ഈക്വിലിബ്രിയത്തിൽ നിൽക്കത്തില്ല. ഇവർക്ക് എപ്പോഴും കൂടാനും കുറയാനും ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താണ് ദുഷിക്കുന്നത് അതാണ് ദോഷം. അപ്പോൾ ഈ
ബാലൻസ് പോയി കഴിയുമ്പോൾ നമുക്കൊരു രോഗവും ഇതിൻ്റെ സമാവസ്ഥയിൽ നമുക്ക് ആരോഗ്യവും ഉണ്ടാവും. ദോഷങ്ങളുടെ ഒരു വൈഷമ്യാവസ്ഥ, ദാറ്റ്സ് ദി ഇംബാലൻസ്. അപ്പോൾ നമുക്ക് അസ്വസ്ഥതകളും രോഗങ്ങളായിട്ട് ഇതിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രകൃതിയിലുള്ള വസ്തുക്കൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശാസ്ത്രം നമ്മളുടെ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ഇവിടെ ഫിസിക്കൽ ബോഡി മാത്രമല്ല, നമ്മുടെ പഞ്ചകോശ ശരീരം നമ്മൾ അറിയായിരിക്കും പലർക്കും. അന്നമയ കോശം നമ്മുടെ ഫിസിക്കൽ ബോഡി, പിന്നെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പോൾ ഈ ഫിസിക്കൽ ബോഡി മാത്രമല്ല, നമ്മളുടെ പ്രാണിക് ബോഡിയും മനോമയ കോശവും ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നാഡി പരീക്ഷയോ നാഡി ചികിത്സയോ എന്ന് പറയുന്ന നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് രീതി ആയുർവേദത്തിലുണ്ട്. ഇതിൽ നിന്നും ദോഷങ്ങളുടെ അവസ്ഥ, ഇപ്പോൾ ദുഷിച്ചതും ഉള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അവയവങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാം, മനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാം, പ്രാണശക്തിയുടെ ലെവൽ നമുക്ക് അളക്കാം. ഇങ്ങനെ ഒരു 7 ലെവൽ സംഭവങ്ങൾ നമുക്ക് നാടിയിലൂടെ മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ, രോഗി പറയാത്ത കാര്യങ്ങൾ, രോഗിയുടെ ശരീരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഏതൊരു നാഡി നോക്കാൻ അറിയാവുന്ന വൈദ്യന് മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് തോന്നിയിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രോപ്പർ ഡയഗ്നോസിസ് ഇല്ലാത്തതാണ്. ഡയഗ്നോസിസ് എത്രയും വേഗം നടന്നാൽ ചികിത്സിക്കാൻ കഴിവുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഈ ഡയഗ്നോസിസിൻ്റെ പിഴവാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. കാരണം രോഗി പറയുന്നത് വെച്ചിട്ട് മാത്രമാണ് പലരും നിഗമനത്തിലെത്തുന്നത്. ആ ചികിത്സ ശരിയായില്ലെങ്കിൽ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനോ ഇതൊക്കെ നടത്തുന്നു. പക്ഷെ നാഡി പരീക്ഷയിലൂടെ അല്ലെങ്കിൽ നാഡി ചികിത്സയിലൂടെ നമുക്ക് കൃത്യമായ രോഗനിർണയം സാധ്യമാണ്. ഒരു രോഗത്തിന് നമുക്ക് രോഗം നിർണ്ണയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ ദോഷങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അതിനെ നമുക്ക് സമാവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏത് രോഗത്തിനും ആയുർവേദത്തിന് ചികിത്സയുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാ രോഗങ്ങളും മാറ്റാമെന്നല്ല. ചിലത് സാധ്യമാണ്, ചിലത് അസാധ്യമാണ്. അസാധ്യമായ രോഗങ്ങൾ അസാധ്യമാണ് തന്നെ രോഗിയോട് പറഞ്ഞിട്ട് നമുക്ക് ചികിത്സിക്കാം. ഇപ്പോഴത്തെ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങനെയല്ലേ, ട്രീറ്റ്മെൻറ്റ് അവിടെ നമ്മളവിടെ ചെയ്യുന്നത്. അതുപോലെ സുഖസാധ്യമായ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റാം. ഇതിന് സഹായിക്കുന്ന ഒരു ഉപാധിയാണ് നാഡീപരീക്ഷ. ആയുർവേദത്തിൽ നമ്മൾ ഒരു രോഗീനെ രോഗം മനസ്സിലാക്കുന്നത് ദർശന, സ്പർശന, പ്രശ്നൈ. ആദ്യം ദർശനം, രോഗി നടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ സ്പർശനത്തിൽ നമുക്ക് മെയിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നാഡി പരീക്ഷ തന്നെയാണ്. പിന്നെ നമുക്കിതിൽ നിന്ന് രോഗിയോട് നമുക്ക് ചോദിക്കാം, താങ്കൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ? രോഗി പറയാതെ തന്നെ നമുക്ക് രോഗവിവരങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അതല്ല, രോഗി പറഞ്ഞതനുസരിച്ച് നമുക്ക് ചികിത്സിക്കാം. പക്ഷേ രോഗി എപ്പോഴും പൂർണ്ണമായിട്ട് തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അവെയർ ആവണമെന്നില്ല. അവർ പറഞ്ഞത് വെച്ച് മാത്രം നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ നമ്മുടെ ചികിത്സ പൂർണ്ണതയിലേക്ക് എത്തണമെന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളുടെ മർമ്മശാസ്ത്രങ്ങൾ രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആയുർവേദ ചികിത്സയോടൊപ്പം നമ്മൾ ഉപയോഗിക്കുക. മർമ്മ ചികിത്സ നമ്മളുടെ ആയുർവേദത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇപ്പോൾ കൂടുതലും അത് പ്രയോഗിക്കുന്നത് മറ്റ് ചില സമ്പ്രദായങ്ങളിലാണ്. വർമ്മ ചികിത്സ എന്നും അക്യുപ്രഷർ എന്നും പല പേരുകളിലും നമ്മൾ ഇതിൻ്റെ പല രീതികളും കാണാം.
ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് ചില രോഗങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സാധ്യതകളും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ രോഗിയുടെ ചികിത്സാ കാലാവധി വളരെ ചുരുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ മർമ്മ ചികിത്സയും നാഡീ പരീക്ഷയും ഇതെല്ലാം നമ്മളുടെ ചികിത്സയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്ററും കോസ്റ്റ് എഫക്റ്റീവും ആകാൻ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ വരുന്ന രോഗികളിൽ അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ആശ്വാസവും സംതൃപ്തിയും മറ്റെവിടെയും കാണാത്ത പ്രത്യേകതകളും. ഈ പല രോഗങ്ങളും നമ്മൾ അസാധ്യമെന്ന് വിചാരിച്ച് ചികിത്സിക്കാതിരിക്കുന്നത് ആയുർവേദത്തിൽ നമുക്ക് സാധ്യമാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡയബറ്റീസ്, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നിയിരുന്നത് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നീട് നമ്മളുടെ ആയുർവേദ ശാസ്ത്രം കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ചില അവസ്ഥകൾ രോഗനിർണയം സാധ്യമായാൽ നമുക്ക് ഈ രോഗം തടയാനും ഇതിനെ മാറ്റാനും പറ്റും. പിന്നെ അവരുടെ ജീവിത രീതി അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഈ അവസ്ഥകൾ മാറുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് കൂടുന്നതും അസാധ്യമായിട്ടുള്ള രോഗമായിട്ട് മാറുന്നതും. ഇപ്പോൾ ഏർലി ഡയഗ്നോസിസ്, രോഗം വ്യക്തീഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രോഗനിർണയം സാധ്യമാണ്. ഇതിന് ആയുർവേദത്തിൽ പൂർവ്വരൂപാവസ്ഥ എന്ന് പറയും. പൂർവ്വരൂപത്തിൽ തന്നെ ഒരു രോഗം നിർണയിച്ചാൽ ആയുർവേദത്തിൽ ചികിത്സ നൽകാൻ കഴിയും, ആ രോഗം വരാതെ തടയാനും കഴിയും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ചുമ വരുന്നതിന് മുമ്പ്, ചുമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തൊണ്ടയിലൊരു ഇറിറ്റേഷനായിരിക്കും നമുക്ക് തോന്നുക. ആ ഇറിറ്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ ആയുർവേദത്തിൽ നമുക്ക് ഔഷധം എടുക്കാം. പനി വരണതിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങൾ ചൂടാവണമെന്നില്ല, നമുക്ക് വിശപ്പില്ലായ്മയും ഒരു തണുവൊക്കെയാണ് ആദ്യം തോന്നുക. ആ അവസ്ഥയിൽ നമുക്ക് ആയുർവേദത്തിൽ മെഡിസിൻസ് എടുക്കാം, നമുക്ക് രോഗം പ്രിവെൻറ്റ് ചെയ്യാം. ഇവിടെ ചിലർക്ക് ചോദിക്കാം, അത് എല്ലാ പനിയും ഒന്നാണോ, പനിയോ ലക്ഷണമല്ലേ എന്നൊക്കെ ചോദിച്ച് വാദിക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അതിന് ഒരു ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്, അതിന് കുറച്ച് തിയറീസ് ഉണ്ട്. ഈ തിയറീസ് ഉപയോഗിച്ച് ആണ് ആയുർവേദം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പഴയ രീതിയിൽ ചിന്തിച്ചു അതേ സമ്പ്രദായങ്ങൾ ഫോളോ ചെയ്താൽ ഒരുപാട് മിറാക്കിൾസ് പോസിബിളാണ്. അത് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഇത് രോഗികൾക്കും അത് അനുഭവസ്ഥരാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ പറയാം.